പരിഹാസങ്ങൾ, പുച്ഛങ്ങൾ, ചതികൾ, വഞ്ചനകൾ ഇതെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ആ അനുഭവങ്ങൾ ഒരു എരിയാത്ത തീനാളമായ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ചാനൽ മൂടി അല്ലെങ്കിൽ ചാരം മൂടി നിങ്ങൾ അകത്തിട്ടിരിക്കണം. അതിനെ നിങ്ങൾ കത്തിക്കരുത്. കത്തിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ സ്വയം കത്തിപ്പോകും. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവഗണനകളും പരിഹാസങ്ങളും നിങ്ങളൊരു വിറവുകൊള്ളി പോലെ ആക്കിക്കൊണ്ട് നിങ്ങളുടെ ആ ഉള്ളിൽ കിടക്കുന്ന കനലിനെ കെടാതെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ ഉണ്ടാവും. ഒരു ഗുരുത്വം ഉണ്ടെങ്കിൽ പല പല തടസ്സങ്ങളും മാറിപ്പോകും എന്ന വേദങ്ങളിലൂടെ മനസ്സിലാക്കിയതുകൊണ്ട് പറയാം. 2, എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയും എൻ്റെ എംഫിൽ സൈറ്റോജെനറ്റിക്സും ഞാൻ ബയോളജിയിൽ 28 വർഷം കൊണ്ട് പഠിപ്പിച്ചതാണ്. ഡയറക്ടർ സാർ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ചേർത്ത് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, കഴിവുള്ളവർ കയറി വരും എന്ന്. പക്ഷെ ഞാൻ കണ്ട കാഴ്ച, ഇന്ന് താരങ്ങൾ എന്ന് പറയുന്ന പല താരങ്ങളെക്കാളും മികച്ച കഴിവുള്ള പലരും ഇതിനകത്തും തെരുവിലും സമൂഹത്തിലും ധാരാളം പേരുണ്ട്. പക്ഷേ കഴിവ് കൊണ്ട് മാത്രം ഒരാൾ കയറി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭാഗ്യം, സമയം, ദൈവാനുഗ്രഹം, അവൻ്റെ കഠിനമായ പരിശ്രമം, ഉറച്ച വിശ്വാസം, ഇങ്ങനെയുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നാളെ ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയുടെ പുറകിൽ നിങ്ങളും എത്തും. നിങ്ങളുടെ സമയം വരികയാണ്. ആ വരുന്ന സമയത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിരന്തരം കഠിനമായി ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി തന്നെ വരും. എനിക്കെങ്ങനെ ഇവിടെ ഇത് കിട്ടി? ചിലപ്പോൾ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും സംശയമുണ്ട് തോന്നിയിട്ടുണ്ടാകും, ഇദ്ദേഹത്തിന് എങ്ങനെ ഇവിടെ കിട്ടി, അല്ലെ ഇവരെങ്ങനെ ഇതിൽ കിട്ടി? വളരെ സിമ്പിളാണ്. ഈ ഡയറക്ടർ സാറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്കറിയില്ല. ഈ പ്രൊഡ്യൂസർ സാറിനെ എനിക്ക് നേരെ ചൊവ്വേ അറിയില്ലായിരുന്നു. ഞാൻ കുറേ ഓഡിഷൻസിന് അയച്ചുകൊണ്ടേയിരിക്കും. 6ഓളം ഓഡിഷൻസിന് അയച്ചു. പക്ഷെ പലരും എന്നെ വിളിച്ചില്ല. ഒരെണ്ണത്തിന് വിളിച്ചു, ഫിക്സ് ചെയ്തു, തരുമെന്ന് പറഞ്ഞു. പക്ഷെ ലാസ്റ്റിൽ എന്തോ കൊണ്ട് നടന്നില്ല. പക്ഷെ ഈ ഓഡിഷൻ ഒരാൾ എനിക്ക് അയച്ചു തന്നു. പാലക്കാട് മലപ്പുറത്തെങ്ങാണ്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ അപ്ലൈ ചെയ്തു. ഈ ഓഡിഷന് അവർ വിളിച്ചു, ഞാനത് പെർഫോം ചെയ്തു. അങ്ങനെ അവരുടെ മുമ്പിൽ എൻ്റെ കഴിവ് തെളിയിച്ചിട്ടാണ് എന്നെ ഇതിലേക്ക് ഒരു ദിവസം നിതീഷ് സാർ വിളിക്കുന്നത്. സോ യു ആർ സെലക്ടഡ് രജിത് കുമാർ എന്ന് പറയും. അതിനുശേഷമാണ് ഡയറക്ടർ ചില കാര്യങ്ങൾ, കാരണം ഞാൻ 20 വർഷത്തോളം മോട്ടിവേഷൻ സ്പീക്കറായിട്ടും പാവപ്പെട്ട താഴേക്കടയിൽ പഠിക്കാൻ ബാക്കി നിൽക്കുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് MBBS-ഉം MD-യും IAS-ലും ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് ദൈവാനുഗ്രഹം. നേരത്തെ മോഹൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് പ്രത്യേകം അടിവരയിട്ട ഒരു സാധനമാണ്. ശ്രീമൂലധരൻ മോഹൻ ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗ്, നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും ശക്തം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ ഉണ്ടാകുക എന്നുള്ളതാണ്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, സ്ത്രീകൾ എന്ന് എനിക്ക് അറിയാമല്ലോ, നമുക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. കാരണം പലപ്പോഴും നമ്മളിൽ പലരും സ്വാർത്ഥരാണ്. പിന്നെ നമ്മളെക്കുറിച്ച്, മലയാളികളെ കുറിച്ച് പലർക്കും അറിയപ്പെടുന്നത് ഞണ്ടുകളാണെന്നാണ്. ഒരുവിധം കയറി വരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ മറ്റേ ഞണ്ട് അവനെ വലിച്ചിട്ടിരിക്കും. ഇപ്പൊ ഈ പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഡയറക്ടർ കഷ്ടപ്പെട്ട് ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്തി വരുമ്പോൾ ഈ ഡയറക്ടറെ എങ്ങനെ വലിച്ചിടാമെന്ന് വേറെ കുറയണോ, ഈ പ്രൊഡ്യൂസറിനെ എങ്ങനെ വലിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തകളിലും ഇതിനകത്ത് വരാം. കാരണം എനിക്ക് 32 വർഷം ഈ സിനിമയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ MSc കഴിയുമ്പോൾ തൊട്ട് സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയാണ്. TS സുരേഷ് ബാബു സാറിന്റെ മാന്യന്മാരിലാണ് ആദ്യമായി അഭിനയിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കുറെ ചിത്രങ്ങളൊക്കെ ചെയ്തു. പിന്നെ പഠിക്കുമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കാൻ നിവർത്തിയില്ലാതെ MScക്ക് ഞാൻ പഠിക്കുമ്പോൾ പോലും ഞാൻ ബ്രാൻഡ് പാൻസ് ഇടുന്നത് പത്തനാപുരത്ത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി സാറിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന പയ്യന്റെ, അവർക്ക് അവിടുത്തെ സ്കൂളിന്റെ മാനേജറാണ്, അവൻ ഇട്ടിരുന്ന ഡബിൾ ബുൾ എന്ന് പറയുന്ന 2 ജീൻസുകളാണ് ഞാൻ ആദ്യമായിട്ട് ഇട്ട് തുടങ്ങിയിരുന്നത്. പക്ഷെ അമ്മ പറഞ്ഞൊരു പാഠം എനിക്കറിയാം, നമ്മൾ വളർന്നുയർന്ന് അവരുടെ അടുത്ത് എത്തി അവസരങ്ങൾ ചോദിക്കുന്നല്ലാതെ ഒരിക്കലും അവരെ ഒന്നും ശല്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ പോകരുത്. നമ്മൾക്ക് കഴിവുണ്ട്, അറിവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കയറി വരുന്നു, പ്രയോജനമുണ്ട്, ഉപയോഗമുണ്ട് എന്ന് ഉള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്കുണ്ടായാൽ ഉറപ്പായും നമ്മളെ വിളിക്കും. ആ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ വളരെ ഗുരുതുല്യനും പിതാവിന് തുല്യനുമായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അനുജന്റെ സ്ഥാനത്തുള്ള എൻ്റെ ചെറിയച്ഛനാണ് സൂപ്പർ ഡയറക്ടർ ജോഷി എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ. പക്ഷേ നാളിതുവരയ്ക്കും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയോ ചാൻസ് ചോദിച്ച് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യത്തുമില്ല. കഴിവുണ്ടെന്ന് തോന്നുകയാണ്, എനിക്കുണ്ടെന്ന് തോന്നുമെങ്കിൽ അദ്ദേഹം വിളിക്കുകയാണ്. അത്രയും വലിയ ഉയരങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിതീഷ് ബ്രോ പറഞ്ഞത് എന്നെ ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. സമയം, കലാഭവൻ മണിച്ചേട്ടൻ ഒരുപാട് കഴിവുകൾ സ്വയം ഉണ്ടാക്കിയെടുത്ത് നിരന്തര പരിശ്രമത്തിലൂടെ എത്തിയതാണ്. പക്ഷേ ഭാഗ്യം, സമയം, ദൈവാനുഗ്രഹം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഡിപ്രഷൻസ് ഉണ്ടാകും.
ഓടി നടക്കുമ്പോൾ പലപ്പോഴും ചാൻസ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരവസരം. ആ സമയങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പം ഒന്ന് താങ്ങി നിൽക്കാൻ വേണ്ടി ചില കുപ്പികളിലോട്ടോ ചില പൊടികളിലോട്ടോ മറ്റു ചില സാധനങ്ങളിലോ ചെന്ന് വീണ് കഴിയും. ആ വീണ് കഴിയുമ്പോൾ നമ്മുടെ സമയം ആഗതമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കട്ടിലിൽ നിന്ന് എഴുതിച്ച് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായി എന്ന് വരില്ല. ഞാൻ അധികം പാരമ്പര്യം അവകാശപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല. ഒരു കുഞ്ഞും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ സൂപ്പർ സ്റ്റാറുകളായോ പ്രധാനമന്ത്രിയായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായോ ഒന്നുമായിട്ടും പുറത്തോട്ട് വരുന്നില്ല. പക്ഷേ രണ്ടു തരം കുഞ്ഞുങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന്, അവരുടെ അപ്പൻ അമ്മ ഉണർത്തി വെച്ചിരിക്കുന്ന ജീനുകളുടെ ഡോമിനന്റ് ഫോം ആയിട്ടുള്ള ആ ക്യാരക്ടേഴ്സ് ഉണർന്ന ജീനുകൾ കൊണ്ട് പുറത്തേക്ക് വരുന്ന കുറേ വിഭാഗം കുട്ടികൾ. എളുപ്പത്തിൽ പറഞ്ഞാൽ, ഞാൻ നല്ലൊരു അധ്യാപകനായിരുന്നു, എളുപ്പത്തിൽ പറഞ്ഞാൽ ഇപ്പൊ ലാലേട്ടൻ്റെ മകൻ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മകൻ, അവർ നിരന്തരം ഉയർത്തിയ ജീനുകൾ കിട്ടിയത് കൊണ്ട് തന്നെ വളരെ എളുപ്പം കുറച്ച് സമയം കൊണ്ട് മറ്റവർക്ക് കയറി അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കയറി പോകാൻ പറ്റും, ഫെസിലിറ്റീസും ഉണ്ട്. എന്നാൽ ദിലീപ് ചേട്ടനെ പോലെയുള്ള പാരമ്പര്യം കലാരംഗത്ത് പറയാനില്ലാത്ത വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അവർ നിരന്തരമായി കഠിനമായി പരിശ്രമം ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാൻ കാരണം ഞാൻ തന്നെ അതിനൊരു എക്സാമ്പിളാണ്. എൻ്റെ അമ്മ 5ാം ക്ലാസ്സും ഗുസ്തിയും, അച്ഛൻ 2ഓ 3ഓ ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. ആകെ 8 മാസം മാത്രമേ അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അച്ഛൻ പോയി. അമ്മ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആയിരുന്നു. 10ാം ക്ലാസ് വരെ 2 നിക്കറിട്ടാണ് പഠിച്ചത്. തുണിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കൂടെയുള്ളവരെല്ലാം ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ്, എനിക്ക് കൂടുതൽ കട്ടയ്ക്ക് പഠിക്കാനായി പാരമ്പര്യമായി എൻ്റെ കയ്യിലൊന്നുമില്ല.